അഡ്വക്കേറ്റ് ജയസൂര്യൻ, സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് ഒരു സ്ഥിരം ആരോപണമാണ്. അത് ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നെ അതിൽ വ്യക്തത വരുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും ആ സംശയം അവശേഷിക്കുകയാണ്. ആ സംശയം മാത്രമല്ലല്ലോ, ഈ ഇന്ത്യ എന്നുള്ളത് മുഴുവനായിട്ട് പറയാൻ അറിയില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അതില് ഈ ഇന്ത്യയുടെ അവസാനത്തെ എ എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അലയൻസ് എന്നാണ്. ഞാനിവിടെ പറഞ്ഞത് ഇന്ത്യ മുന്നണി എന്നാണ്. മുന്നണി എന്ന് പറഞ്ഞ അലയൻസ്. അപ്പോ ആ അലയൻസിനെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്ന് തന്നെ പറഞ്ഞത്. അല്ലെങ്കിൽ അലയൻസ് എന്നുള്ളതല്ല എന്ന് പറയട്ടെ, ആണല്ലോ. പിന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയില് ഒരു ഗംഗാ പ്രവാഹമാണ്. അതിലേക്ക് ഒഴുകിച്ചേരാനുള്ള പോഷക നദികളാണ് കോൺഗ്രസും സി പി എമ്മും. കോൺഗ്രസിന്റെ MLA-മാര് MP-മാര് ഇന്ന് ബി ജെ പിയിൽ കാണുന്ന 60% MLA MP-മാര് പണ്ട് കോൺഗ്രസ്സുകാരായിരുന്നു. അവരൊക്കെ ഒഴുകിച്ചേർന്നതാണ് ഇങ്ങോട്ട്. CPM-ന്റെ 24 മുൻ MLA-മാരാണ് ഇപ്പൊ ബി ജെ പിയിലെ നേതാക്കന്മാരാണ്, പലരും MP-മാരാണ്. അപ്പോൾ CPM-ഉം ഈ ബി ജെ പിയിലേക്ക് തന്നെ ഒഴുകിച്ചേരാനുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവരൊക്കെ ഞങ്ങളുടെ പോഷക നദികളായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളത് 60% MLA-മാരെയും MP-മാരെയും തന്നിട്ടുള്ളത് കോൺഗ്രസ് ആണ്. CPM മാത്രം വലിയ കക്ഷിയല്ലാത്തതുകൊണ്ട് അവർക്ക് പറ്റുന്നപോലെയൊക്കെ തരാൻ പറ്റുള്ളൂ. എന്നാലും ഒരു 24 MLA-മാരെ ബി ജെ പിയിലേക്ക് തന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പരിവർത്തനമാണ്. അത് കേരളത്തിലും സംഭവിക്കും, അതിനൊരു സംശയവുമില്ല ആ കാര്യത്തിൽ. കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ രണ്ട് മുന്നണിയെയും അതുപോലെ അനുഭവിച്ചു മടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മാറ്റം എന്നുള്ളത് സാധ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ശ്രീമാൻ സുരേഷ് ഗോപിയുടെ വിജയം. അതൊരു വലിയ സാധ്യതയും തന്നെയാണ്. നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്തും ആറ്റിങ്ങലുമൊക്കെ ബി ജെ പി നടത്തിയ പാർലമെന്റിലെ വലിയ മുന്നേറ്റം. ഇന്നിപ്പോൾ കേരളത്തിലെ 10-30ഓളം സീറ്റുകളിൽ, അസംബ്ലി സീറ്റുകളിൽ ബി ജെ പി 1-2 സ്ഥാനങ്ങളിലൊക്കെ വന്ന് തൊട്ടടുത്ത് നിൽക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാറിയ സാഹചര്യം കേരള രാഷ്ട്രീയത്തിന്റെ സാഹചര്യത്തിന്റെ വലിയൊരു അടിയൊഴുക്കാണ് സംഭവിക്കാൻ പോകുന്നത്. ആ സംഭവം നിലമ്പൂരിൽ നിന്ന് തന്നെ ആരംഭിക്കും എന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. കാരണം നിലമ്പൂരിന്റെ കാർഷിക പശ്ചാത്തലം, മലയോര കർഷകരുടെ പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിലൊക്കെ പരമ്പരാഗതമായിട്ടുള്ള ജാതി മത രാഷ്ട്രീയത്തിന്റെയും അതുപോലെ UDF എന്ന് പറയുന്ന സംവിധാനം പരിപൂർണമായും ഇസ്ലാമിക ശക്തികൾക്ക് കീഴടങ്ങിയതിന്റെയും മുസ്ലിം ലീഗിന്റെ അജണ്ടയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ കേരളത്തിന്റെ ഭാവി ഈ പറയുന്ന രണ്ട് മുന്നണികൾക്കും ഒന്നും ചെയ്യാനില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. കാരണം അവരുടെ ഭരണം ഇപ്പൊ നിലമ്പൂരെ സംബന്ധിച്ചാണെങ്കിലും ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞു 11 തവണ UDF ഭരിച്ച സ്ഥലമാണ്. അതുപോലെ തന്നെ CPM-ഉം ഭരിച്ച സ്ഥലമാണ്. ഇനി ഇതിൽ കൂടുതൽ അവർക്ക് എന്ത് ചാൻസാ കിട്ടാനുള്ളത്? കേരളം ഉണ്ടായിരുന്നിടത്തോളം കാലം LDF-ഉം UDF-ഉം നിലമ്പൂര് ഭരിച്ചിട്ട് ഇപ്പോഴും നിലമ്പൂരിന്റെ അവശതകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് പ്രതികൾ? അവിടെ UDF-ഉം LDF-ഉം പ്രതികളാണ്. ഏറ്റവും കൂടുതൽ ഭരിച്ച UDF ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുതകൾ ചർച്ചാ വിഷയമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. അതങ്ങനെ ആവുകയും ചെയ്യും. ശ്രീ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിന്റെ രണ്ട് വശവും ഒരുപോലെ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. UDF എന്ത് നിലപാടെടുത്തത്, LDF എന്ത് നിലപാടാണ് എടുത്തത്, വികസനത്തിന്റെ കാര്യത്തിൽ ഈ രണ്ട് മുന്നണികളിൽ എന്താണ് ചെയ്തത്. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ പാർട്ടി, അതുപോലെ തന്നെ അൻവർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അത് കേരള രാഷ്ട്രീയത്തിന് എന്ത് ഗുണം ചെയ്തു, അതൊക്കെ ഇവിടെ തീരുമാനിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് NDA വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിലമ്പൂരിന്റെ ചരിത്രത്തെയും ചിത്രത്തെയും മാറ്റും എന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ വിഷയം തന്നെയാണ്. വികസനം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് നിലമ്പൂരിനെ കൊണ്ടുവരാൻ ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം സഹായകരമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വേണ്ടത് മറ്റ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ല. ഇവിടുത്തെ വിജയപരാജയങ്ങൾ ഇവിടുത്തെ LDF-ന്റെയോ അല്ലെങ്കിൽ UDF-ന്റെയോ ഭരണത്തെയോ അതിന്റെ തുടർച്ചയോ ഒന്നും ബാധിക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ കേരളം എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും കേരളം വോട്ട് ചെയ്യേണ്ടത് മാറ്റത്തിന് വേണ്ടിയാണ്. ആ മാറ്റമാണ് NDA-യും BJP-യെയും ഇവിടെ ഈ പ്രസക്തമാക്കി തീർക്കുന്നത്. ആ മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.